കൊടുത്തിട്ട് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഷീ ഈസ് ബിഹേവിംഗ് ടോട്ടലി ഇൻഡിഫറന്റ്. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഡാഡി എങ്ങനെ അറിഞ്ഞാ പിന്നെ? ഒരു ഈച്ച പോലും അറിയില്ല. പക്ഷേ നീ ചെയ്യുന്ന കോടികളുടെ ഉപകാരത്തെക്കാൾ വലുതാണ് തോമാച്ചൻ ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്ത് വേണമെങ്കിലും ശരിയാക്കി തരാം. വെയിറ്റ്. എന്തു പറ്റി? ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. നോക്ക്, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിനോദിന് നിന്നോടൊരു ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞ ആർക്കും നിന്നോടൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്ക് മിടിക്കുക നീ. നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ അവനൊരു അബദ്ധം കാണിച്ചത് തെറ്റായി പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ, പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ, നീ നിന്റെ അമ്മയും അനുജനും ഒക്കെ ജീവനോടെ കത്തിച്ചാമ്പലാവും. അങ്ങനെ കത്തിച്ചാമ്പലായ പിന്നെ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല. രാമുവിന് കാഴ്ച കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഉണ്ട്. ആ മോഹം ഞാൻ സാധിച്ചു തരും. തോമാ സാറേ, സാറേ, ജയന്തി സാറുണ്ടോ അവിടെ? ഞാൻ പിന്നെ സെന്റിനെ മണടിച്ചപ്പോഴേ മനസ്സിലായി. ഇവിടെ ലക്ഷ്മിയും വാസന്തിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഇവിടെ നാണിത്തള്ള പറഞ്ഞേ. അവരില്ല ഇവിടെ. അവരിവിടെ ഉണ്ടടാ രാമു. ലക്ഷ്മി, ലക്ഷ്മി നിന്റെ ഭാഗ്യവാടാ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ അവൾ തയ്യാറാ, അല്ലേ ലക്ഷ്മി? ആളടുത്തുണ്ടോ? പിന്നെ ആള് വലിയ സന്തോഷത്തിലാ. ലക്ഷ്മിട്ടിയെ, എവിടെയാ നീ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? സാറേ, ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പിന്നെന്താ, കാഴ്ച കിട്ടുമ്പോ കാണാലോ. വാസന്തിയോ? അവളിവിടെ ഉണ്ട്. വാസന്തി, വാസന്തി, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞാൽ എനിക്കറിയാം, ആരും അറിയില്ല. നീ ബുദ്ധിയുള്ളവളാ. ഡേ, രാമു വിളിക്കുന്നു, ചെല്ലേ. വാസന്തി, സാറ് പോയോ? ഞാനിവിടെ ഉണ്ടടാ. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ആ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തീയതി ഞാൻ അറിയിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന്? അതൊന്നും വേണ്ടടാ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നാ ഞങ്ങള് ലക്ഷ്മിട്ടിയെ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി 1 നിമിഷം ഈശ്വര ധ്യാനം.
ഈ ഗ്രാമനിവാസികൾക്ക് ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വിതരണം ചെയ്യുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു മെമ്പർമാരെ, പ്രിയമുള്ള ശ്രീ കൃഷ്ണൻ നായർ, സർവോപരി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നന്മ നിറഞ്ഞവരായ എന്റെ ആത്മാവിന്റെ ആത്മാവായ വള്ളിക്കുന്ന് നിവാസികളെ, മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ്, ഗ്രാമവാസികളുടെ തിരിച്ചറിവാണ്. ഈ മഹാഭാരത ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ അശരണരായി അവർ ജീവിക്കുന്നു. അവരിൽ പ്രതികരണശേഷിയും അധ്വാനശേഷിയും വളർത്തിയാലേ നമ്മുടെ നാട് വളരുകയുള്ളൂ. പൊള്ളയായ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ കവി പാടിയ ഈ രീതികൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അധികം നീട്ടുന്നില്ല, നിങ്ങളുടെ കരുവാദത്തോടെ ഈ വികസന പദ്ധതി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അഞ്ച് ലഡു വേണമല്ലോ. ഉണ്ണിബാല എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഓ ആ. ഇതല്ലേ ലഡു? ആ. ഇതാ 2 ഏത്തപ്പഴം കൂടി. ഓ, വിരുന്നാര് വല്ല ഉണ്ടോ കാർത്തോയ്? നമുക്കെന്നും വിരുന്നുകാരല്ലേ രാമുവേ. ഉവ്വ ഉവ്വ. 5 ലഡു 2 ഏത്തപ്പഴം. എത്ര ഉണ്ണിമാല? 8 രൂപ. 8 രൂപ. ദാ. ഈ 10 നോട്ട് എടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ നോട്ടൊക്കെ ഇങ്ങനത്തെയാ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങിച്ചൂടെ? ഓ, ഞാനിപ്പോ ബാങ്കിൽ പോണു. എന്താ എന്താ പ്രശ്നം? കൃഷ്ണേട്ടാ, ആ. ദേ ഈ നോട്ടൊന്ന് നോക്കിയാൻ. ഓ, വെയിലത്തുനിന്ന് വന്ന് കയറിയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. ഒരു ഇരുട്ട് പോലെ. നീ വാങ്ങിച്ചിടറാ. ഓ. നമ്മുടെ കാർത്തു അല്ലേ? കണ്ണുള്ളവരെക്കാൾ കാഴ്ച ഇവന്. കളിയാക്കല്ല പെങ്ങളെ. ദാ. ആ. പിന്നെ കൃഷ്ണേട്ടോ, ആ. ദാ അങ്ങോട്ട് ഇരുന്നോ, ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ എവിടെ ഇരിടാ? ദേ, കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഓ, എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? കലക്കി. കളിക്കോ? ആര്? അതല്ലടാ, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ. ഓ, അങ്ങനെ. തോമസ് സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആഹാ. അളന്ന് മുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷേ പറഞ്ഞതുണ്ടല്ലോ 100 കിലോ തൂക്കമുള്ള കാര്യങ്ങളാ. നമ്മുടെ നേതാക്കന്മാര് പലരും അങ്ങേരെ കണ്ടു പഠിക്കണം. എന്തൊരു വിനയം, എന്തൊരു എളിമ. ഓ, പാവങ്ങളോടൊക്കെയുള്ള സ്നേഹമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷ്ണേട്ടൻ പറഞ്ഞു നേരാ. ദൈവമാ തോമസ് സാറ്. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് കണ്ണ് കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് പാടുപെടോ? എന്ത് മെച്ചുണ്ടായിട്ടാ തോമസ് സാറിന്? അതാടാ ഞാൻ പറഞ്ഞത്. അങ്ങേരെ പോലുള്ളവർ ഈ നാട് ഭരിക്കണം. എന്നാലേ പാവങ്ങൾക്ക് രക്ഷയുള്ളൂ. കാഴ്ച കിട്ടിയിട്ട് വേണം ബംഗ്ലാവിൽ ചെന്നൊന്ന് കണ്ടു തൊഴാൻ. തൊഴുതാ മാത്രം പോരാ, ഒരു പാട്ടും പാടി കേൾപ്പിക്കണം. ആട്ടെ, കാഴ്ച കിട്ടിയാൽ ആദ്യം ആരെ കാണാൻ അതിന്റെ മോഹം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉറ്റ ചങ്ങാതിയായ എന്നെ അല്ലടാ. അമ്പടാ, കണി കാണാൻ കണ്ടയാള്. നിന്റെ ഈ മോന്ത കണ്ട കാഴ്ച കിട്ടിയ കണ്ട അപ്പൊ പൊട്ടും. എന്നെയല്ലേ? അയ്യോ, അതിൽ ഭേദം കാഴ്ച കിട്ടാതിരിക്കുന്നത് നല്ലത്. എല്ലാരും കാണാൻ കൊതിയാവെനിക്ക്. എന്നാലും എനിക്ക് കണ്ണു തരുന്ന ആളെ തന്നെയല്ലേ ആദ്യം കണ്ടത് കൃഷ്ണേട്ടാ. ഓ, രമണന്റെ ചന്ദ്രിക. അതറിയാൻ വേണ്ടി തന്നെയാണാ ചോദിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂവും ചൂടി പെൺകുട്ടികളും മുന്നിൽ വന്നിന്നാ കാണാൻ നല്ല ചന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവൂലെന്നോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കണ്ടോളാം, ഒക്കെ ഞാൻ കണ്ടോളാം. അവളെ കാണുമ്പോ പാടാൻ ചങ്കിനകത്തൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓ, ഒന്ന് പാടടാ. ഞങ്ങളും കേക്കട്ടെ. ഓ